മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നവീന ചാനലായ മനപ്പുറത്ത് ജ്യോതിഷത്തിലേക്ക് സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിങ്ങമാസത്തിലെ ഫലങ്ങളാണ്. ചിങ്ങമാസം തുടങ്ങിക്കഴിഞ്ഞുവെന്ന് എനിക്കറിയാം, എങ്കിൽ തന്നെ അല്പം താമസിച്ചു പോയി. ഈ മാസം ചിങ്ങമാസം 1202 ആണ്ട് തൊട്ട് 1203 ആണ്ട് വരെയുള്ള കർക്കിടക മാസം വരെയുള്ള ഫലങ്ങളാണ് നമ്മൾ സാധാരണ ചിന്തിച്ച് പറയുക. അപ്പം മകീര നക്ഷത്രത്തിന് 2 കൂറുകളിൽ നിൽക്കുന്ന നക്ഷത്രമാണ് മകീരം. ഒന്ന് ഇടവക്കൂറിലും രണ്ടാമത്തെ മിഥുനക്കൂറിലും നിൽക്കുന്ന നക്ഷത്രമാണ്. അപ്പോൾ കൂറനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ ഇടവക്കൂറിലും മിഥുനക്കൂറിലും നിൽക്കുന്ന നക്ഷത്രത്തിന് വ്യാഴം വരുമ്പോൾ കർക്കിടകത്തിലാണ് മിഥുനക്കൂറുകാർക്ക് വരിക. അപ്പോൾ 2ലാണ് വരുന്നത്. ഉച്ചസ്ഥിതനായ വ്യാഴമാണ്, ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന വ്യാഴമാണ്. അപ്പം മിഥുനക്കൂറുകാർക്ക് 10ലാണ് ശനി നിൽക്കുന്നത്. അപ്പം കണ്ടക ശനിയാണ്. 4, 7, 10 വന്നാൽ ലഗ്നം 4, 7, 10 വന്നു കഴിഞ്ഞാൽ കണ്ടക ശനി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 2ലെ വ്യാഴം കൂടാണ്. എന്നാൽ ഇടവക്കൂറുകാർക്ക് 3ൽ ഉച്ചസ്ഥിതനായിരിക്കുന്ന വ്യാഴമാണ് സഞ്ചരിക്കുക. 11ലാണ് ശനി വരിക. അപ്പോൾ അതിൻ്റെയൊക്കെയുള്ള പൊതുവായ പരിഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഈ 1202 ആണ്ട് തൊട്ട് അല്ലെങ്കിൽ 3 വരെയുള്ള കർക്കിടക മാസത്തിലെയാണ് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ അതിൽ എന്തൊക്കെ ഫലങ്ങളും നിങ്ങൾക്ക് സമ്മിശ്ര ഫലത്തോടു കൂടിയുള്ള ഫലങ്ങളെ വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതിലെ പ്രവർത്തന മണ്ഡലങ്ങളിൽ ശത്രുക്കൾ വർദ്ധിക്കാനുള്ള, ശത്രുത അല്ലെങ്കിൽ തന്നെ വർദ്ധിക്കാനുള്ള സാധ്യതാവസ്ഥ കൂടുതലായിട്ടാണ് കാണുന്നത്. കർമ്മമേഖല പുഷ്ടിപ്പെടുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കാർഷിക തൊഴിൽ മേഖലകളിൽ നല്ല ആദായം പ്രതീക്ഷിക്കും. കൃഷിക്കാർക്ക് നല്ല ആദായങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നല്ല വിളവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ക്രയവിക്രയങ്ങളൊക്കെ നടക്കുന്നവർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളും ദുരിതങ്ങളും കേസും വഴക്കും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നവർക്കും ദുരിതം വരാൻ സാധ്യതയുണ്ട്. ധനലാഭം സാമാന്യഗതിയിൽ ഉണ്ടാകുമെങ്കിലും ധനുമാസം ആകുമ്പോഴത്തേക്ക് കുറേ കൂടെ ബെറ്റർ ആകാനുള്ള സാധ്യതയും കൂടുതലാണ്. വിദ്യാർത്ഥികൾക്ക് ഉയർന്ന വിജയമുണ്ടാകാനും വിദ്യാഭ്യാസം ഉന്നത ഗതി പ്രാപിക്കാനും സാധ്യതയുണ്ട്. ടെസ്റ്റുകളിൽ ഇൻ്റർവ്യൂകളിലൊക്കെ പാസ്സാകാനുള്ള സാധ്യതാവസ്ഥ വളരെ കൂടുതലാണ്. കർമ്മസ്ഥാനത്ത് മോടി പിടിപ്പിക്കാൻ എന്നുള്ള സാധ്യതാവസ്ഥയൊക്കെ ഉണ്ട്. സ്വന്തം ആൾക്കാരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് ചെറിയ ശത്രുതയും ബന്ധുഗുണങ്ങളുള്ള അവസ്ഥാന്തരത്തിൽ ദോഷങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പിതൃ സ്ഥാവര ജംഗമ വസ്തുക്കൾ കൈവശം വന്നു ചേരാനുള്ള സാധ്യതാവസ്ഥയുണ്ട്. കേസ് വഴക്കേ വക്കണം, വിദ്വേഷണം, മദ്യപാനം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിൽ പോകാതിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതൊക്കെ സാധ്യമാകുന്നതാണ്. പ്രമോഷന് ശ്രമിക്കുന്നവർക്ക് അതൊക്കെ സാധ്യമാകുന്നതാണ്. രോഗദുരിതങ്ങളൊക്കെ ധനുമാസം കഴിയുമ്പോഴത്തേക്ക് കുറച്ച് വ്യത്യാസം വരും. അതിന് മുമ്പ് കുറച്ച് മൂർച്ഛിക്കാനും രോഗങ്ങളുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ട് ഡോക്ടറെ കണ്ട വൈദ്യനും ജ്യോതിഷവും അല്ല ഈശ്വരനും കൂടെ താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ഡോക്ടറെയാണ് കാണുന്നത്. നല്ല രോഗമാണെങ്കിൽ, അല്ലെങ്കിൽ വല്ല കണ്ണ് കിട്ടുമോ അങ്ങനെയൊക്കെയുള്ള ഒരു കൊതി കിട്ടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് കൊതി കിട്ടി കഴിഞ്ഞാൽ മാറുന്ന സാധനമാണ്. അല്ലാത്ത എന്തെങ്കിലും ഒരു നല്ലതായിട്ടുള്ള രോഗമാണെങ്കിൽ ജ്യോതിഷിയെ കണ്ടിട്ട് കാര്യപ്പെടുന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ രോഗം ചികിത്സിച്ച് നോക്കുക. അപ്പോൾ ആ ചികിത്സയിൽ രോഗത്തിന് മാറ്റമില്ല എന്ന് വന്നു കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്കൊക്കെ അറിയാം. അപ്പോൾ ഡോക്ടർമാരാണെങ്കിലും ആയുർവേദ ഡോക്ടർമാർ ഇവരൊക്കെ പറയും ദേവാലയത്തിലോ ക്ഷേത്രത്തിലോ ഒക്കെ പോയി കുറച്ച് വഴിപാടും ഈശ്വരനെ കൂടെ ഒന്ന് വിളിക്കുക, കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഒരു ജ്യോതിഷിയെ കണ്ട് മറ്റു ബാഹ്യമായിട്ടോ അല്ലെങ്കിൽ ആന്തരികമായിട്ടോ എന്തെങ്കിലും ദോഷങ്ങൾ ഉള്ളിലോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്നിരിക്കുന്ന നല്ല ദുഷിപ്പുകളുണ്ടെങ്കിൽ അതിനെ മാറ്റി കളഞ്ഞു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവും. അതുപോലെ തന്നെ പുണ്യസ്ഥലങ്ങളിൽ ദർശിക്കാൻ സാധ്യതയുണ്ട്. ഭാഗ്യ ദേവത കടാക്ഷിക്കാനും ഭാഗ്യം എന്ന് വെച്ചാൽ ലോട്ടറിയൊക്കെ അടിക്കാനുള്ള സാധ്യതയുണ്ട്. കുംഭമാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ലോട്ടറി തന്നെയല്ലേ, ഒരു ചിട്ടിയാണെങ്കിലും മതി.
അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാതിരുന്ന ധനം 5 വർഷം മുമ്പ് ഒരു 10 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കിട്ടിയാലും മതി. എങ്ങനെയാണെങ്കിലും ധനം ആകപ്പെടുന്നതിനുള്ള സാധ്യതയുണ്ട്. കർമ്മരംഗം തൃപ്തിപ്പെടും, ചെയ്യുന്ന തൊഴിലുമായിട്ട് തൃപ്തിപ്പെടും. ധനുമാസം വരെ എങ്ങാണ്ട് ഗൃഹാന്തരീക്ഷത്തിന് ചെറിയ മോശങ്ങളും ഭാര്യാകലഹങ്ങളും ഭാര്യാപുത്ര ബന്ധുമിത്രാദികളുമായിട്ടുള്ള കലഹങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത. ബന്ധുക്കളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കേണ്ട സാധ്യതാവസ്ഥയേ ഇല്ല. ദുഷ്പേരം ഉണ്ടാകാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ധനസംബന്ധമായിട്ടുള്ള ദുഷ്പേരുണ്ടാകുക. അതുപോലെ അനിയന്ത്രിതമായിട്ടുള്ള സ്നേഹമോ മറ്റു കാര്യങ്ങളോ ബന്ധുക്കളായിട്ട് വെച്ച് പുലർത്താണ്ടിരിക്കുക. രോഗത്തിന് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ചികിത്സിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഭൂസ്വത്തുക്കൾ മാതാപിതൃയിൽ നിന്ന് കിട്ടാനുള്ളതോ അതായത് സ്ഥാവര ജംഗമവസ്തുക്കൾ വല്ലതും കിട്ടാറുണ്ടെങ്കിൽ അതൊക്കെ സ്വന്തം പേരിലാകുകയോ അല്ലെ അത് സ്വന്തം പേരിലാക്കിയതിന് ശേഷം അതിനൊരു വൈരാഗ്യമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വിഷയത്തിൽ കാര്യങ്ങൾ ശനിയുടെ ഈ സഞ്ചാര പഥമനുസരിച്ച് കണ്ടകശനി ആയതുകൊണ്ട് തടസ്സങ്ങളെ കേസ് വഴക്ക് വെക്കണം, വിദ്വേഷണം, മദ്യപാനം, സ്ത്രീസേവ, കൈക്കൂലി ഇങ്ങനെയൊക്കെ വരാമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതിന് ശിവനെ ശാസ്താവിനെ പോംവഴിക്കായിട്ട് പരിഹാരം ചെയ്യുക. ശിവക്ഷേത്രത്തിൽ ജലധാര, കൂളമാല, പുറവിളക്ക് എന്നിത്യാദിയൊക്കെ ചെയ്യുക. ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ എള്ളെണ്ണ അഭിഷേകം ചെയ്യുക. രോഗികളാണെങ്കിൽ എള്ളെണ്ണ അഭിഷേകം ചെയ്യുന്നത് ബിംബത്തിനുള്ള പരിഹാരം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് ദുരിതങ്ങൾ മാറി കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ എള്ള് കിഴി അല്ലെങ്കിൽ നീരാഞ്ജനം കത്തിക്കാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശാസ്താവിനും പിന്നെ ഒക്കെ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ധർമ്മദൈവത്തിന് പ്രത്യേകം പിടിപ്പണവും പിന്നെ പട്ടും പിന്നെ കടുംപായസവും പിന്നെ ദീപവും ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ്. ഗൃഹത്തിൽ പൊതുവെ സമാധാനം ധനുമാസം കഴിയുമ്പോഴത്തേക്ക് കുറേയൊക്കെ നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഉന്നത വിജയമോ പുതിയ PSC എഴുതിയവർക്കോ ഒക്കെ പരാജയമില്ലാതെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥലം മാറ്റവും ക്രയവിക്രയങ്ങളുടെ കാരണങ്ങളിൽ ഒരു കള്ളനെന്ന പേര് ദോഷം കേൾക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട്. പിന്നെ കാവുകളിലും അല്ലെങ്കിൽ മണ്ണാർശാല അല്ലെ പാവുമ്പമ്മ കാവ് അങ്ങനെയൊക്കെയുള്ള പിന്നെ വെട്ടിക്കോട് ഇങ്ങനെയൊക്കെയുള്ള ക്ഷേത്ര ദർശനം നടത്തുകയും നാഗരാജ നാഗേക്ഷിയൊക്കെ പ്രസാദിപ്പിക്കുന്നത് അത് നല്ല ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ചൈതന്യാവസ്ഥയുള്ള ക്ഷേത്രങ്ങളിലും ഉപാസനാശക്തി ബലമുള്ള ക്ഷേത്രങ്ങളിലുമൊക്കെ പോവുകയും അതാത് കുടുംബത്തിൽ കാവുണ്ടെങ്കിൽ അത്യുത്തമം അതാണ്. എവിടെ പോയെന്ന് പറഞ്ഞാലും നമ്മുടെ കുടുംബത്തിലെ നാഗരാജാവും നാഗയക്ഷിയും പ്രത്യക്ഷ ദൈവമാണെന്ന് അല്ലെങ്കിൽ നമ്മുടെ പ്രത്യക്ഷത്തിന് മുമ്പിൽ കാണുന്ന നാഗരാജാവിനെ നാഗയക്ഷിയൊക്കെ പ്രസാദിപ്പിച്ചു കഴിഞ്ഞാൽ ഉന്നത പദവിയും ഫലങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധർമ്മദൈവത്തെ മറന്ന് എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഏത് ക്ഷേത്രത്തിൽ പോയാലും ഇനി ഗുരുവായൂരല്ല ആറന്മുളയിലെ ഏത് ക്ഷേത്രത്തിൽ പോയാലും ഫലം നമ്മുടെ കയ്യിൽ തന്നെയാണെന്ന് വിചാരിക്കുക. പുതിയ വീടുകളൊക്കെ വെച്ച് കഴിഞ്ഞവർക്ക് ചെറിയ ചെറിയ അല്ലറ ചില്ലറ അസുഖങ്ങളും അല്ലറയിലെ വഴക്കുകളും ഒക്കെ ഉണ്ടാകാനൊക്കെ ഉണ്ട്. ബിസിനസ് മന്ദഗതിയിൽ ആകാനുള്ള സാധ്യതയുണ്ട്. അകാരണമായിട്ട് വിവാഹം നടക്കാതെ തെറ്റിദ്ധാരണ കൊണ്ടോ മറ്റോ ആയിട്ട് ഇരിക്കുന്ന കുട്ടികൾക്ക് വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഇത്യാദി കർമ്മങ്ങളൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഫലം ഉണ്ടാകുന്നതാണ് ആചാര്യന്മാർ പറഞ്ഞ്. ഏതായാലും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അത്യാവശ്യ കാര്യങ്ങൾക്ക് ജ്യോതിഷിയെ സമീപിക്കുക. ആ യോഗങ്ങളെ ഒന്നും ഒരു ആൾക്കാർക്ക് ആർക്കും മാറ്റാൻ പറ്റില്ല. അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ബലമല്ലാതെ നല്ല നക്ഷത്രമാണ് മകീരം. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള തടസ്സങ്ങൾ ആർക്കാണില്ലാതെ എല്ലാ ആൾക്കാർക്കും ഇല്ലേ, കോടാനുകൂടി ജനങ്ങളുള്ളത് എല്ലാവർക്കും ഉണ്ടാകും. അതിനുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിക്കുക, ക്ഷമ പാലിക്കുക. അതുപോലെ തന്നെ ഈശ്വരനെ നന്നായിട്ട് വിളിക്കുക. ഒരു 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് നമ്മൾ മനസ്സൊടിക്കുക. ഏത് കർമ്മങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും മനസ്സൊടിക്കുക. ഒരു ആഹാരം കഴിക്കുമ്പോൾ മനസ്സൊടിക്കുക എന്നുവെച്ചാൽ ആസ്വദിച്ച് കഴിക്കുമ്പോഴാണ് ആ ആഹാരത്തിന് നമുക്ക് ഫലം ഉണ്ടാകുന്നത്. ഒരു വെള്ളം കുടിക്കുമ്പോൾ ആസ്വദിച്ച് കഴിക്കുക. നമ്മൾ ഭാര്യയുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് ഭാര്യയുമായിട്ടൊക്കെ വെളിയിൽ പോകുമ്പോൾ ആ ഒരു ആസ്വാദനത്തിൽ അത് ആസ്വദിക്കുക. അല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ട് പോകുമ്പോൾ അങ്ങനെ ആസ്വദിക്കുക. ഉത്സവങ്ങളിൽ പോകണമെങ്കിൽ അത് ആസ്വദിക്കുക. ദേവാലയത്തിൽ പോകണമെങ്കിൽ ആസ്വദിച്ച് തൊഴുക. ആസ്വദിച്ച് നമ്മുടെ കാര്യങ്ങൾ ഭഗവാനോട് പറയുക. ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ നന്മയുണ്ടാകും, ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.